ഹായ്, നമസ്കാരം. ഞാനിന്നിവിടെ ഒരു ഇഞ്ചി കറിയാണ് ഉണ്ടാക്കി. 101 കറിക്ക് തുല്യനാണ് ഈ ഒരു ഇഞ്ചി കറി. ഇഞ്ചി കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ബാഹുബലിയല്ലേ, ബാഹുബലിക്ക് പിന്നെ വെലിയിട്ടിട്ട് വരുമ്പോൾ സദ്യ കൊടുക്കണം. സദ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നേ വെച്ച് വയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റില്ല. മക്കളുമൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും സദ്യ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇന്നേ ഇഞ്ചി കറി വയ്ക്കണം. ഇത് ഇഞ്ചി കറി എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള ഒരു ജോലിയാണ്. ഇഞ്ചി 250 ഗ്രാം ഇഞ്ചിയാണത്. 250 ഗ്രാം ഇഞ്ചി, ഒരു 100 ഗ്രാം ഉള്ളി, ഒരു 3 തൊണ്ട മുളക്, അത്രയും ഇത് വറുത്ത് കോരണം. എണ്ണയിലിട്ട് നല്ലോണം കരിഞ്ഞു പോകാൻ പാടില്ല, എങ്കിൽ കറുകറായിരിക്കും. ഇതേപോലെ ബ്രൗൺ കളറിൽ കിട്ടണമെങ്കിൽ ഒരു ചെറിയ രീതിയിൽ മൂപ്പിച്ച് പിന്നെ ചുവന്ന് വരുമ്പോഴത്തേക്കും കോരി മാറ്റിയാൽ മതി. പിന്നെ ഇതിൽ ചേർക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി. നമ്മൾ മല്ലിപ്പൊടി ചേർക്കും, മറ്റുള്ളവർ മല്ലിപ്പൊടി ചേർക്കുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മല്ലിപ്പൊടി, അല്പം ഉലുവ, പിന്നെ അത് ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഇത്രയും പുളി ഒരുണ്ട നെല്ലിക്ക, ഇത്രയും ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള, വലിയൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി അത് പിഴിഞ്ഞ് അത്രയും അതിൻ്റെ ഒഴിക്കും. നല്ല ലൂസാക്കി വെള്ളത്തോടെ വെച്ചാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. നല്ല തിളച്ച് വറ്റി വരുമ്പോഴത്തേക്കും ഇതേപോലെ പതയൊന്നുമില്ലാതെ നല്ല എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ഇത് അടുപ്പ് നിർത്തേണ്ടത്, അടുപ്പ് തീ അണയ്ക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇഞ്ചിയുടെയൊക്കെ ഒരു കടുപ്പ് വേണം. കടുപ്പിന് വേണ്ടിയിട്ട് ഒരല്പം ശർക്കര, അല്പം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഇടാവൂ. കൂടുതലായി കഴിഞ്ഞാൽ മധുരമായിരിക്കും. അതും കൂടെ ചേർത്ത് ഇങ്ങനെ അങ്ങോട്ട് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പച്ചമല്ലി ഇപ്പോഴും ഇട്ട് കൊടുക്കില്ല. ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം നല്ല തണുത്തതിന് ശേഷം പച്ചമല്ലി ഇട്ട് കൊടുക്കും. പച്ചമല്ലിയും കൂടി ഇട്ട് ഇത് ഇനി അല്പം കൂടെ ഒന്ന് കട്ടിയാകാണ്ട് ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴത്തേക്കും അത് നല്ല കട്ടിയാവും. ഇതാണ് ഇഞ്ചിക്കറി, സദ്യ ഇഞ്ചിക്കറി. നമുക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയില്ലെങ്കിലും ഞങ്ങൾ ചോറ് കഴിക്കും. മിക്കവർക്കും ഇഷ്ടം തന്നെയായിരിക്കും ഇഞ്ചി. ഏകദേശമായിട്ടുണ്ട്, കട്ടിയായി. വേറൊരല്പം കൂടി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. എന്നാലേ ഇലയിൽ കോരി വെച്ചാൽ അവിടെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഓടിക്കളയും.